സ്വർണ്ണവില രാജ്യാന്തര വിപണിയിൽ വൻതോതിൽ ഇടിഞ്ഞിട്ടും കേരളത്തിൽ അപ്രതീക്ഷിത വില വർധന. കേരളത്തിലെ വിലനിർണ്ണയത്തെ സ്വാധീനിക്കുന്ന ബോംബെ വിപണി വിലയും ബാങ്ക് റേറ്റും ഇടിഞ്ഞെങ്കിലും കേരളത്തിൽ വില കൂടിയതിന്റെ കാരണം എന്താണ്? നമുക്ക് നോക്കാം. കേരളത്തിൽ കഴിഞ്ഞ നാളുകളിൽ സ്വർണത്തിന് ഓരോ അസോസിയേഷനും ജ്വല്ലറികളും പല വിലയാണ് ഇട്ടിരുന്നത്. ഇത് വ്യാപാരികൾക്കും സ്വർണം വാങ്ങുന്നവർക്കും ഒരുപോലെ കൺഫ്യൂഷൻ ആയിരുന്നു. എന്നാൽ ഇന്നു മുതൽ കേരളത്തിൽ ഏകീകൃത വില നിശ്ചയിക്കാൻ വ്യാപാരികൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചു. സ്വർണത്തിന് പല ഷോറൂമുകളിലും പല വിലയാണെന്നത് വ്യാപാരികളെ അലോസരപ്പെടുത്തിയിരുന്നു. ഇതോടെ സംയുക്ത യോഗം ചേർന്ന് വില ഏകീകരിക്കണമെന്ന ആവശ്യമുയർന്നു. അസോസിയേഷനുകളുടെ നേതാക്കളായ ഭീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ, എസ് അബ്ദുൽ നാസർ എന്നിവർക്ക് പുറമെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കല്യാൺ ജ്വല്ലേഴ്സ് തുടങ്ങിയ മുൻനിര ജ്വല്ലറി ശൃംഖലകളുടെ മേധാവികളും യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് പരസ്പരമുള്ള വില മത്സരം ഒഴിവാക്കാൻ യോഗത്തിൽ ഐകകണ്ഠ്യേന തീരുമാനിച്ചു. രാജ്യാന്തര തലത്തിലെ ചലനങ്ങളെ തുടർന്ന് നിലവിൽ രാജ്യാന്തര സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ബോംബെ വിപണി വിലയും ബാങ്ക് റേറ്റും കുറഞ്ഞിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ വില കുറയേണ്ടതാണെങ്കിലും അസോസിയേഷൻ വില കൂട്ടുകയാണ് ഉണ്ടായത്. കാരണം കഴിഞ്ഞ ആഴ്ചകളിൽ രാജ്യാന്തര വില കുറഞ്ഞെങ്കിലും പരസ്പരമുള്ള വില മത്സരം മൂലം സംസ്ഥാനത്തെ ജ്വല്ലറികൾ കുറയ്ക്കേണ്ടതിലധികം വില കുറച്ചിട്ടുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ ഇറക്കുമതി തീരുവ കൂട്ടിയതിനു ശേഷവും ചില ജ്വല്ലറികൾ വില കുറച്ചു. ഇതോടെ കേരളത്തിൽ സ്വർണത്തിന് വെവ്വേറെ വിലയാവുകയായിരുന്നു. ഈ ഏറ്റക്കുറച്ചിലുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് പൊതുധാരണ പ്രകാരം സ്വർണ്ണവില ഉയർത്തി വില നിശ്ചയിച്ചത്. നിലവിൽ കേരളത്തിൽ 22 കാരറ്റ് സ്വർണം 1 ഗ്രാമിന് 14,515 രൂപയും 1 പവന് 1,16,120 രൂപയുമാണ്. ബിസിനസ് ഡെസ്ക്, ഗോൾഡ് മാക്സ്.